അധ്യായം 15. നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഭഗവാന് വേണ്ടിയിട്ട് അർപ്പിക്കണമെന്നുള്ളതാണ്. പുരുഷോത്തമ യോഗം എന്ന് പറയുന്നത്, പുരുഷ ഉത്തമ യോഗം. നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ഡിവൈനിറ്റിയിലേക്കാണ്. നമ്മൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൃത്യമായി പുരുഷ ഉത്തമം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന അറിവ് നമുക്ക് കിട്ടുമ്പോഴാണ്. അതിനാണ് പുരുഷൻ എന്ന് പറയാം. എല്ലാ ഗുണങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കും. ഉത്തമം എന്താണ്? പുരുഷ ഉത്തമ യോഗം, മൂലത്തെ തിരിച്ചറിയാനുള്ള കഴിവ്. ജീവിതം ഒരു വലിയ വൃക്ഷത്തിൻ്റെ മുറിച്ചു വെച്ചിട്ടുള്ള ഭാഗങ്ങളാവുമ്പോൾ അതിൻ്റെ വേര് എന്ന് പറയുന്നത് ബ്രഹ്മാണ്. വൃക്ഷം മാത്രം കണ്ടിട്ട് കാര്യമില്ല, വേര് തിരിച്ചറിയണം. നമ്മുടെ എന്താണ് പ്രാധാന്യമുള്ളത്, എന്താണ് പ്രാധാന്യമില്ലാത്തത്, അറിവ്, വിവേക വിവേചന ബുദ്ധി കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഞാൻ എന്തിലേക്കാണ് പോകുന്നത്, ആ പോകുന്ന വഴി നന്നായാൽ എനിക്ക് ആത്മീയതയിലേക്ക് പോകാൻ പറ്റും. ആത്മീയതയിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ തപ്പുമ്പോൾ ഈ അറിവ് വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒന്നായി മാറുന്നു. അതാണ് 15-ാമത്തെ അധ്യായത്തിൽ പുരുഷോത്തമ യോഗം എന്നതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്.